And although he's not in her. ഹായ് എവരി വൺ, വെൽക്കം ടു സ്റ്റാറ്റിസ്റ്റ് അക്കാഡമി. ഞാൻ റോഷ്ന. നമുക്കിന്ന് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനുള്ള റേഷ്യോ അനാലിസിസിലെ ലാസ്റ്റ് വണ്ണായ ആക്ടിവിറ്റി റേഷ്യോസ് അല്ലെങ്കിൽ ടേൺ ഓവർ റേഷ്യോസ് പഠിക്കാം. ഇതുവരെയുള്ള വീഡിയോസ് കാണാത്തവരെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് കണ്ടിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാം. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം എന്താണ് ആക്ടിവിറ്റി റേഷ്യോസ്. The activity ratios are those ratios which measure the level of activities and operational efficiency of a business concern. അപ്പോൾ ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റീസിൻ്റെ ലെവലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആക്ടിവിറ്റി റേഷ്യോസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. These ratios indicate the speed with which assets are being converted into revenue. നമ്മൾ അസറ്റ്സിനെ റവന്യൂ ആയി കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ സ്പീഡാണ് നമ്മൾ ശരിക്കും അവിടെ മെഷർ ചെയ്യുന്നത്. These ratios are also known as efficiency ratios. ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്, അതാണ് efficiency ratios എന്ന് പറയുന്നത്. Activity ratios measure how efficiently the assets are employed by the firm. അപ്പോൾ ഇത് efficiently employ ചെയ്ത് എത്രത്തോളം നമ്മൾ അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. The important turnover ratios are, അപ്പോൾ അതിൽ ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ അതിനെ സ്റ്റോക്ക് വെലോസിറ്റി എന്നും പറയും. അപ്പം നമുക്കത് എന്താണെന്ന് നോക്കാം. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ഈസ് ദ റേഷ്യോ വിച്ച് ഹെൽപ്സ് ടു മെഷർ വെദർ ദ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ഇൻവെൻട്രി ഈസ് എഫിഷ്യൻ്റ്ലി യൂസ്ഡ് ഓർ നോട്ട്. നമ്മൾ ഇൻവെൻട്രിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. It explains how many times the average inventory is turned over. ആവറേജ് ഇൻവെൻട്രി നമ്മൾ എത്ര ടൈംസ് ആണ് നമ്മൾ അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടേൺ ഓവർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. It measures the speed at which the inventory is converted into revenue from operations. ഇപ്പോൾ ഇൻവെൻട്രിയെ നമ്മൾ എത്ര സ്പീഡിലാണ് സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ്. അപ്പം നമ്മുടെ കയ്യിൽ ഇൻവെൻട്രി അല്ലെങ്കിൽ സ്റ്റോക്കിനെ നമ്മൾ എത്ര പെട്ടെന്ന് സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് പോകുന്നുണ്ട്, അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നോക്കാം. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി. അപ്പോൾ ഇവിടെ നമുക്ക് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ നോക്കാം. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ എന്താ പഠിച്ചത്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അപ്പം അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ട്രേഡിംഗ് അക്കൗണ്ട് ആലോചിക്കാം. അതിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, അതിൽ നിന്ന് ക്ലോസിംഗ് ഇൻവെൻട്രി മൈനസ് ചെയ്യാം. ബാക്കി രണ്ടെണ്ണം എന്താ ഉള്ളത്? അപ്പോൾ അവിടെ സെയിൽസും ഗ്രോസ് പ്രോഫിറ്റും അല്ലേ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഇതിലേക്ക് തന്നെ വരും. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഒന്നിക്ക് നമുക്ക് എന്ത് ചെയ്യാം? റവന്യൂ ഫ്രം ഓപ്പറേഷൻ മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് ഇൻവെൻട്രി എന്ന് പറഞ്ഞും കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ആവറേജ് ഇൻവെൻട്രി അല്ലേ, കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ നമ്മൾ കണ്ടു. ഇനി ആവറേജ് ഇൻവെൻട്രി എന്ന് നോക്കാം. ആവറേജ് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് ക്ലോസിംഗ് ഇൻവെൻട്രി ഡിവൈഡ് ബൈ 2. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2 ആണ്. ഇനി അവിടെ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിനെ നമുക്ക് ഡയറക്റ്റ്ലി എന്തായിട്ട് എടുക്കാം? ആവറേജ് ഇൻവെൻട്രി ആയിട്ട് എടുക്കാം. നെക്സ്റ്റ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് നോക്കാം. ദ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ സിഗ്നിഫൈസ് ദ ലിക്വിഡിറ്റി ഓഫ് ദ ഇൻവെൻട്രി. ലിക്വിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എത്ര പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ സ്റ്റോക്കിനെ എങ്ങനെയാണ് നമ്മൾ എത്ര പെട്ടെന്നാണ് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. എ ഹൈ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ബ്രിക്സ് സെയിൽസ് എന്ന് വെച്ചാൽ പെട്ടെന്ന് സെയിൽസ് നടക്കുന്നുണ്ടെന്ന് അർത്ഥം. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ അതിന് പെട്ടെന്ന് സെയിൽ ചെയ്ത് തീർക്കുക അല്ലേ. നമ്മുടെ കയ്യിൽ സ്റ്റോക്കായിട്ട് വെറുതെ വെച്ചിരിക്കുന്നത് അല്ലാതെ നമ്മൾ എത്രയും പെട്ടെന്ന് അതിന് ക്യാഷായി കൺവേർട്ട് ചെയ്യുക വെച്ചാൽ അതിന് എത്രയും പെട്ടെന്ന് സെയിൽ നടത്തണം. അപ്പോൾ ഹൈ ഇൻവെൻട്രി റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സെയിൽസ് നടക്കുന്നുണ്ടെന്ന് അർത്ഥം. ദ റേഷ്യോ ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ഓവർ സ്റ്റോക്കിംഗ് ഓഫ് ഇൻവെൻട്രി ഇഫ് എനി. ഇനി നമുക്ക് റേഷ്യോ കുറവാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ഒരുപാട് സ്റ്റോക്ക് വെറുതെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും. ഓവർ സ്റ്റോക്കിംഗ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. എ ലോ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ റിസൾട്ട്സ് ഇൻ ബ്ലോക്കിംഗ് ഓഫ് ഫണ്ട്സ് ഇൻ ഇൻവെൻട്രി. അപ്പോൾ നമുക്ക് ടേൺ ഓവർ റേഷ്യോ കുറവാണെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കുറേ കാലം വെറുതെ കിടക്കുവാണെന്ന് അർത്ഥം. എന്ന് വെച്ചാൽ അത്രയും പൈസ നമ്മൾ വെറുതെ ഇൻവെൻട്രിയിൽ ബ്ലോക്കായി കിടക്കുവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈച്ച് ഫീൽഡ് ആൻഡ് കൈൻഡ് ഓഫ് ബിസിനസ് ഹാസ് ഇറ്റ്സ് ഓൺ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഇത് ഇൻവെൻട്രി ടേൺ ഓവറിൻ്റെ
സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഓരോ ബിസിനസ്സിനും അതിൻ്റെതായ സ്റ്റാൻഡേർഡ് ആണ്. ചിലതിപ്പോൾ സീസണൽ സെയിൽ മാത്രമുള്ള പ്രോഡക്ട്സ് ഉണ്ടാവും, ചിലത് പെട്ടെന്ന് സെയിൽ ചെയ്യുന്ന കൺസ്യൂമർ പ്രോഡക്ട്സ് ഉണ്ടാവും. ഇപ്പം ഏത് ബിസിനസ്സാണോ, ഏത് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ആണോ, അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിലൊരു കാൽക്കുലേഷൻ കൂടി വരുന്നുണ്ട്, ആവറേജ് ഏജ് ഓഫ് ഇൻവെൻട്രി. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻവെൻട്രി ഹോൾഡിംഗ് പീരീഡ് അല്ലെങ്കിൽ സ്റ്റോക്ക് റിയലൈസേഷൻ പീരീഡ് എന്നും പറയും. അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ദ ആവറേജ് ഏജ് ഓഫ് ഇൻവെൻട്രി ഈസ് ദ നമ്പർ ഓഫ് ഡേയ്സ് ഓർ നമ്പർ ഓഫ് മന്ത്സ് വിത്തിൻ വിച്ച് ദ ആവറേജ് ഇൻവെൻട്രി ഈസ് ടേൺഡ് ഓവർ. അപ്പോൾ എത്ര ദിവസത്തിനിടയിൽ, അത് ഡേയ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാം, നമുക്ക് മന്ത്സിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എത്ര ഡേയ്സിലാണ് അല്ലെങ്കിൽ എത്ര മന്ത്സിലാണ് നമ്മൾ ഈ ഇൻവെൻട്രി ടേൺ ഓവർ ആയിട്ട് സെയിൽസ് ആയി മാറുന്നത്, അത് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇനി ആവറേജ് ഏജ് ഓഫ് ഇൻവെൻട്രി ഇൻ ഡേയ്സ്, നമ്മൾ ഡേയ്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ഇയർ 365 ഡിവൈഡഡ് ബൈ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. നമ്മൾ ഓൾറെഡി ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു. അപ്പോൾ 365 ഡിവൈഡഡ് ബൈ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ചെയ്താൽ മതി. ഇനി നമ്മൾ മനസ്സിലാക്കി കാൽക്കുലേറ്റ് ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യുക, 12 ഡിവൈഡഡ് ബൈ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇൻവെൻട്രി ഹോൾഡിംഗ് പീരീഡ്, എത്ര പീരീഡിലാണ് അത് നമ്മൾ സെയിൽസ് ആയിട്ട് കൺവേർട്ട് ആകുന്നത്, അത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഈ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോയുടെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ എന്തൊക്കെ നമുക്ക് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് നോക്കാം. റവന്യൂ ഫ്രം ഓപ്പറേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 2,20,000. ആവറേജ് ഇൻവെൻട്രി നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് 40,000. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൻ്റെ റിട്ടേൺസ് എന്ന് വെച്ചാൽ സെയിൽസ് റിട്ടേൺസ് തന്നിട്ടുണ്ട് നമുക്ക് 20,000. ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 20% ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്. അപ്പോൾ ഇത്ര ഇൻഫർമേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതി വെക്കേണ്ടത് ഇക്വേഷനാണ്. ഇക്വേഷനിൽ ഓരോ ഐറ്റം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അത് ഇക്വേഷൻ ഏതാ, ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്തായിരുന്നു, നമുക്ക് രണ്ട് രീതി കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നുകിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. നമുക്ക് തന്ന ഇൻഫർമേഷൻ അതല്ല, അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, റവന്യൂ ഫ്രം ഓപ്പറേഷൻ അല്ലെങ്കിൽ സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. എന്ന് വെച്ചാൽ സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്, റവന്യൂ ഫ്രം ഓപ്പറേഷൻ തന്നിട്ടുണ്ട്, അതുപോലെ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ സെയിൽസിൽ സെയിൽസ് റിട്ടേൺസ് ഉണ്ട്, അപ്പോൾ സെയിൽസ് റിട്ടേൺസ് മൈനസ് ചെയ്യണോ ആദ്യം അല്ലേ സെയിൽസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ സെയിൽസ് 2,20,000, അതിൽ നിന്ന് സെയിൽസ് റിട്ടേൺസ് മൈനസ് ചെയ്തു, 20,000 മൈനസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഗ്രോസ് പ്രോഫിറ്റ് കാണണം. ഗ്രോസ് പ്രോഫിറ്റ് കാണുമ്പോൾ നമ്മൾ സെയിൽസ് റിട്ടേൺസിന് മേലെ ഗ്രോസ് പ്രോഫിറ്റ് ഇല്ലല്ലോ, റിട്ടേൺ ചെയ്തല്ലോ, പിന്നെ അതിനെവിടെ പ്രോഫിറ്റ്. അപ്പോൾ സെയിൽസ് റിട്ടേൺസ് മൈനസ് ചെയ്ത ബാക്കി സെയിൽസിൻ്റെ മേലെ എന്ന് വെച്ചാൽ 2 ലാഖിൻ്റെ മേലെ വേണം ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ അപ്ലൈ ചെയ്യാൻ. ഇപ്പോൾ 2 ലാഖിൻ്റെ 20% അതാണ് ഗ്രോസ് പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ 2 ലാഖ് മൈനസ് 2 ലാഖിൻ്റെ 20% എത്രയായിരിക്കും എന്ന് വെച്ചാൽ 2 ലാഖ് ഇവിടെ നിന്ന് കിട്ടി, 2,20,000 മൈനസ് 20,000, അപ്പോൾ അവിടെ 2 ലാഖ് കിട്ടി. നെക്സ്റ്റ് 2 ലാഖിൻ്റെ 20% എന്ന് പറഞ്ഞാൽ 40,000. അപ്പോൾ 2 ലാഖിൽ നിന്ന് 40,000 മൈനസ് ചെയ്യാൻ നമുക്ക് 1,60,000 കിട്ടി. ഇനി ആവറേജ് ഇൻവെൻട്രി നമ്മളെ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. തന്നിട്ടില്ലെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രം തന്നെങ്കിൽ അത് തന്നെ ആവറേജ് ഇൻവെൻട്രി ആയിട്ട് എടുക്കാം. അപ്പോൾ ആവറേജ് ഇൻവെൻട്രി നമ്മളെ ക്വസ്റ്റിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട് 40,000. ഇനി ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എത്രയായിരിക്കും, അപ്പോൾ ഡയറക്റ്റ് 1,60,000 ഡിവൈഡഡ് ബൈ 40,000 എഴുതിയാൽ മതി. അപ്പോൾ അത്ര നമ്മുടെ ആൻസർ വരുന്നത് 4 ടൈംസ് അല്ലേ. അപ്പം നമുക്ക് 4 ടൈംസ് ആണ് നമ്മുടെ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ കിട്ടുന്നത്. അതിന് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആണ്. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ നമ്മൾ പഠിച്ചു. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ് കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് സെയിൽസ്. ഇപ്പോൾ ഫിക്സഡ് അസറ്റ്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എത്രത്തോളം നമ്മൾ സെയിൽസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. If compared with the previous year, it indicates whether investment in fixed assets has been judicious or not. അപ്പോൾ നമ്മൾ 2 വർഷത്തെ ഫിക്സഡ് അസറ്റ്സിൻ്റെ ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും നമുക്ക്, നമ്മൾ എംപ്ലോയ് ചെയ്തിരിക്കാൻ ഫിക്സഡ് അസറ്റ്സിന് ശരിക്കും ജസ്റ്റിഫയബിൾ ആണോ നമ്മൾ സെയിൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ദ റേഷ്യോ ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. ഇക്വേഷൻ നമുക്ക് നോക്കാം. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു നെറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡഡ് ബൈ ഫിക്സഡ് അസറ്റ്സ്.
അതിന് മൂന്നാമത്തെ റേഷ്യോ നമുക്ക് നോക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ആണ്. എന്താ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ? ദിസ് റേഷ്യോ റിഫ്ലെക്ട്സ് ദ ടേൺ ഓവർ ഓഫ് ദ ഫേംസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ ദ കോഴ്സ് ഓഫ് ദ ഇയർ. അപ്പോൾ നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ടേൺ ഓവർ ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഗുഡ് മെഷർ ഓഫ് ഓവർ ട്രേഡിംഗ് ആൻഡ് അണ്ടർ ട്രേഡിംഗ്. നമ്മൾ ട്രേഡിങ്ങിൻ്റെ ഒരു നല്ല മെഷറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓവർ ട്രേഡിംഗ് ആണോ അണ്ടർ ട്രേഡിംഗ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി. The ratio is calculated as follows. Calculate ചെയ്യുന്നത് working capital turnover ratio equal to net revenue from operation divided by net working capital. Working capital നമുക്കറിയാലോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് വെച്ചിട്ടാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നെറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എടുക്കുക. റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക, വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ രണ്ടിനും കൂടെ നമുക്ക് ഒരുമിച്ചൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. രണ്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. എന്തൊക്കെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടെന്ന് നോക്കാം. റവന്യൂ ഫ്രം ഓപ്പറേഷൻ തന്നിട്ടുണ്ട് 6 lakhs, ഫിക്സഡ് അസറ്റ്സ് തന്നിട്ടുണ്ട് 2 lakhs, കറണ്ട് അസറ്റ്സ് തന്നിട്ടുണ്ട് 3 lakhs, കറണ്ട് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട് 2 lakhs. അപ്പോൾ ഇത്ര ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ വേണം എന്ന് വെച്ചാൽ നെറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡഡ് ബൈ ഫിക്സഡ് അസറ്റ്സ്. രണ്ടും നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് അല്ലേ, റവന്യൂ ഫ്രം ഓപ്പറേഷനും ഫിക്സഡ് അസറ്റ്സും. അതിന് അടുത്ത് നമുക്ക് കാണാനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കാണാൻ പറഞ്ഞിട്ടുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്തായിരുന്നു? ഈ സെയിം സാധനം തന്നെ, നെറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡഡ് ബൈ ഫിക്സഡ് അസറ്റ്സിന് പകരം നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ മാത്രമേ നമുക്കിവിടെ കാണാനുള്ളൂ അല്ലേ. കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ചെയ്യണം. ബാക്കിയുള്ള ഇൻഫർമേഷൻ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യ ഇക്വേഷൻ ഏതാ? ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോയുടെ ഇക്വേഷൻ എഴുതി. എന്തായിരുന്നു? നെറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡഡ് ബൈ ഫിക്സഡ് അസറ്റ്സ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ കോസ്റ്റിൽ തന്നിട്ടുണ്ട് 6 lakh ഡിവൈഡഡ് ബൈ ഫിക്സഡ് അസറ്റ്സും കോസ്റ്റിൽ തന്നിട്ടുണ്ട് 2 lakhs. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 6 lakh ഡിവൈഡ് ബൈ 2 lakh ഈക്വൽ ടു 3 times കിട്ടി. ഇനി നെക്സ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ആണ്. എന്തായിരുന്നു? നെറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡഡ് ബൈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻ നമുക്ക് കോസ്റ്റിൽ തന്നിട്ടുണ്ട് 6 lakhs. അപ്പോൾ നമുക്ക് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. വർക്കിംഗ് ക്യാപിറ്റൽ എന്തായിരുന്നു? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് അസറ്റ്സ് 3 lakhs, കറണ്ട് ലയബിലിറ്റീസ് 2 lakhs. അപ്പം വർക്കിംഗ് ക്യാപിറ്റൽ എത്ര കിട്ടി നമുക്ക്? 1 lakh കിട്ടി. എന്നേരം ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു നെറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ 6 lakh ഡിവൈഡഡ് ബൈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 1 lakhs. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 6 times കിട്ടി 6 times കിട്ടി വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ അതിന് ഡെറ്റേഴ്സ് വെലോസിറ്റി എന്നും പറയും. എന്താ നോക്കാം. Trade receivable turnover ratio is the ratio calculated to establish the relationship between average trade receivable and net credit revenue from operation within a period. ഇപ്പോൾ ഒരു പീരിയഡിലുള്ള നെറ്റ് ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് നെറ്റ് സെയിൽസും അവിടെയുള്ള ആവറേജ് ട്രേഡ് റിസീവബിൾസും തമ്മിലുള്ള ബന്ധമാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത്. ഇറ്റ് ഷോസ് ഹൗ ഫാസ്റ്റ് ദ ട്രേഡ് റിസീവബിൾ ഹാവ് ബീൻ റിയലൈസ്ഡ്. അപ്പോൾ എത്രയാണ് ട്രേഡ് റിസീവബിൾസ് റിയലൈസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടാകുമ്പോഴാണ് അവിടെ ട്രേഡ് റിസീവബിൾസ് വരുന്നത് അല്ലേ. ട്രേഡ് റിസീവബിൾസ് എന്ന് പറഞ്ഞാൽ ബിൽസ് റിസീവബിളും ഡെറ്റേഴ്സും ആണ് വരുന്നത്. അപ്പം അതിൻ്റെ ആവറേജ് എടുക്കുക. അപ്പം എത്രയാണ് നമുക്ക് ഒരു വർഷം അല്ല ഒരു പീരിയഡിൽ നമുക്ക് റിയലൈസ് ചെയ്ത് കിട്ടുന്നത് വെച്ചാൽ ക്രെഡിറ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റ്സ് എങ്ങനെയാണ് റിയലൈസ് ചെയ്ത് വരുന്നത്. ദ റേഷ്യോ ഷോസ് ദ ക്രെഡിറ്റ് കളക്ഷൻ പവർ ആൻഡ് പോളിസി ഓഫ് ദ ഫേം. എങ്ങനെയാണ് എത്ര സ്പീഡിൽ നമുക്ക് ക്രെഡിറ്റ് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുന്നത്. ദ ട്രേഡ് റിസീവബിൾസ് ടേൺ ഓവർ റേഷ്യോ ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. ഇക്വേഷൻ നോക്കാം. ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു നെറ്റ് ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. ഇതിൽ മാത്രമാണ് നമ്മൾ ക്രെഡിറ്റ് എടുക്കുന്നത്, അത് മാറിപ്പോകാൻ പാടില്ല. ബാക്കിയുള്ളതിൽ നമ്മൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ്. ഇവിടെ നമുക്ക് നെറ്റ് ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡഡ് ബൈ ആവറേജ് ട്രേഡ് റിസീവബിൾസ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി ഇതിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് ആവറേജ് കളക്ഷൻ പീരിയഡ്. എന്താണ് ആവറേജ് കളക്ഷൻ പീരിയഡ്? ദ ആവറേജ് കളക്ഷൻ പീരിയഡ് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് ഡേയ്സ് ഓർ ആവറേജ് നമ്പർ ഓഫ് മന്ത്സ് വിത്തിൻ വിച്ച് ഡെപ്റ്റ് ഈസ് നോർമലി കളക്റ്റഡ്. അപ്പോൾ ഡേയ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാം, മന്ത്സിൽ കാൽക്കുലേറ്റ് ചെയ്യാം, നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ. അപ്പം എങ്ങനെയാണ് നോർമലി ഇത്ര ഡേയ്സിൽ നമ്മൾ ഡെറ്റ് കളക്ട് ചെയ്ത് വരും, അല്ലെങ്കിൽ ഇത്ര മന്ത്സിൽ നമ്മൾ ഡെറ്റ് കളക്ട് ചെയ്ത് വരുന്നുണ്ട്, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
An increase in the period will result in greater blockage of funds in trade receivables. അപ്പം ഡേയ്സ് കൂടുവാണെങ്കിൽ നമുക്കിപ്പം അതിൽ പറയുകയാണ് 70 ഡേയ്സ് എന്നൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ അപ്പോൾ 70 ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മളെ ഡെറ്റ് കിട്ടാനുള്ള ഡെപ്സ് കിട്ടുന്നുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ ഡേയ്സ് കൂടുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഡെപ്സ് പെട്ടെന്നൊന്നും കളക്ട് ചെയ്ത് വരുന്നില്ല അല്ലേ, നമുക്ക് കിട്ടാനുള്ള പൈസ പെട്ടെന്നൊന്നും കിട്ടുന്നില്ല എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത്രയും ഫണ്ട് വെറുതെ അവിടെ വേസ്റ്റ് ആയിട്ട് ബ്ലോക്ക് ആയത് കിടക്കുവാണ്. An increase in the period നമ്മൾ പറഞ്ഞു the ratio may be calculated as follows. റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആവറേജ് കളക്ഷൻ പീരിയഡ് ഇൻ ഡേയ്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ഇയർ ഡിവൈഡ് ബൈ ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ. അങ്ങനെയാണ് നമ്മൾ നേരത്തെ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോയുടെ നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചത്, അതേപോലെ തന്നെ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ കൂടിയുണ്ട്, ആവറേജ് ട്രേഡ് റിസീവബിൾ ഡിവൈഡ് ബൈ നെറ്റ് ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇൻറ്റു 365. പക്ഷെ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തത് എന്തായിരുന്നു, നമ്മുടെ ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എഴുതാം. ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ നെറ്റ് ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡ് ബൈ ആവറേജ് ട്രേഡ് റിസീവബിൾ അല്ലേ, അതിന് നേരെ തിരിച്ച് എഴുതിയിട്ട് ഇൻറ്റു 365 ചെയ്ത് കഴിഞ്ഞാലും സെയിം ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ആ ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ഇയർ എന്ന് വെച്ചാൽ 365 ഡിവൈഡ് ബൈ ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ ചെയ്യാം. ഇനി മന്തിൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ നമ്പർ ഓഫ് മന്ത്സ് ഇൻ എ ഇയർ വെച്ചിട്ട് ചെയ്യണം. അത് പിന്നെ ഇക്വേഷൻ റിപ്പീറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ മന്ത് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 12 ഡിവൈഡ് ബൈ ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ വെച്ച് ചെയ്യേണ്ടി വരും. ഇനി ഇതിൽ പറയുന്നത് ദ റേഷ്യോ മെഷേഴ്സ് ദ എഫിഷ്യൻസി ഓഫ് ഡെറ്റ് കളക്ഷൻ ആൻഡ് ഓൾസോ ക്വാളിറ്റി ഓഫ് ഡെറ്റേഴ്സ്. ദ ഷോർട്ടർ കളക്ഷൻ പീരീഡ് ഇതൊക്കെ നമ്മൾ പറഞ്ഞത് തന്നെയാണ് പറയുന്നത്. പിന്നെ ഇതിൽ വേറൊരു കാര്യം പറയുന്നത്, ഇഫ് ക്യാഷ് സെയിൽസ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ് ആർ നോട്ട് സ്പെസിഫിക്കലി ഗിവൺ, ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും വേണം അല്ലേ നമുക്ക്, എന്നല്ലേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദ ഗിവൺ എമൗണ്ട് ഓഫ് സെയിൽസ് മേ ബി അസ്യൂംഡ് ആസ് ക്രെഡിറ്റ് സെയിൽസ്. നമുക്ക് ഒരു സെയിൽസ് മാത്രമേ തന്നെങ്കിൽ നമ്മളത് ക്രെഡിറ്റ് സെയിലായിട്ട് അസ്യൂം ചെയ്തെടുക്കാം. ഇനി ബിൽസ് റിസീവബിൾ എമൗണ്ട് ഇസ് നോട്ട് ഗിവൺ, ബിൽസ് റിസീവബിൾ നമുക്ക് തന്നില്ലെങ്കിൽ ഡെറ്റേഴ്സ് മേ ബി ടേക്കൺ ആസ് അക്കൗണ്ട് റിസീവബിൾ. നമ്മുടെ ഇവിടെ ട്രേഡ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ ഡെറ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ഡെറ്റേഴ്സ് പ്ലസ് ട്രേഡ് റിസീവബിൾ പ്ലസ് ക്ലോസിംഗ് ഡെറ്റേഴ്സ് പ്ലസ് ട്രേഡ് റിസീവബിൾ ഡിവൈഡഡ് ബൈ 2 ആണ് എടുക്കേണ്ടത്. നമുക്കൊരു ട്രേഡ് റിസീവബിൾ തന്നില്ലെങ്കിൽ ഡെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ എന്ന് അസ്യൂം ചെയ്തിട്ട് അത് വെച്ച് നമ്മൾ ഇക്വേഷൻ ചെയ്യേണ്ടി വരും. ഇഫ് ഓപ്പണിംഗ് ഡെറ്റേഴ്സ് ഇസ് നോട്ട് ഗിവൺ, അപ്പോൾ ഓപ്പണിംഗ് ഡെറ്റേഴ്സ് തന്നില്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നില്ലേ, ക്ലോസിംഗ് സ്റ്റോക്കിന് നമ്മൾ ആവറേജ് സ്റ്റോക്ക് എടുക്കാമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഓപ്പണിംഗ് ഡെറ്റേഴ്സ് തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് തന്നിരിക്കുന്ന ഡെറ്റേഴ്സ് അതിനെ തന്നെ നമ്മൾ ആവറേജ് ഡെറ്റേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. വെച്ചാൽ ഡെറ്റേഴ്സിൻ്റെ ഒരു വാല്യൂ മാത്രം നമുക്ക് തന്നിട്ടുള്ള ബിൽ റിസീവബിൾ ഒന്നും തന്നിട്ടില്ലെങ്കിൽ അത് തന്നെ ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് വേണം നമ്മൾ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ ആൻഡ് ആവറേജ് കളക്ഷൻ പീരിയഡ്. രണ്ടും ഒരുമിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ടോട്ടൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഫോർ ദ ഇയർ 2016 വെച്ചാൽ ടോട്ടൽ സെയിൽസ് തന്നിട്ടുണ്ട് 1 lakh. ക്യാഷ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഫോർ ദ ഇയർ 2016 തന്നിട്ടുണ്ട്, എന്ന് വെച്ചാൽ ക്യാഷ് സെയിൽസ് തന്നിട്ടുണ്ട് 20,000. നമുക്ക് വേണ്ട ക്രെഡിറ്റ് സെയിൽസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ടോട്ടൽ സെയിൽസ് നിന്ന് ക്യാഷ് സെയിൽസ് മൈനസ് ചെയ്താൽ ബാക്കി ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കും. ഇനി ഡെറ്റേഴ്സ് തന്നിട്ടുണ്ട് 1st January 2016 എന്ന് വെച്ചാൽ ഓപ്പണിംഗ് ഡെറ്റേഴ്സ് തന്നിട്ടുണ്ട് 10,000. ഇനി ക്ലോസിംഗ് ഡെറ്റേഴ്സ് തന്നിട്ടുണ്ട് 15,000. ബിൽസ് റിസീവബിൾ ഓപ്പണിംഗ് തന്നിട്ടുണ്ട് 7,500. ബിൽസ് റിസീവബിൾ ക്ലോസിംഗ് തന്നിട്ടുണ്ട് 12,500 അല്ലെ, ഇത്രയും ഡാറ്റ തന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, ആവറേജ് ട്രേഡ് റിസീവബിൾ കാണണം. ആവറേജ് ട്രേഡ് റിസീവബിൾ എന്ത് ചെയ്യണം, ഡെറ്റേഴ്സിൻ്റെയും ബിൽസ് റിസീവബിളിൻ്റെയും ഓപ്പണിംഗ് വാല്യൂ പ്ലസ് ഡെറ്റേഴ്സിൻ്റെ ബിൽസ് റിസീവബിളിൻ്റെയും ക്ലോസിംഗ് വാല്യൂ ഡിവൈഡഡ് ബൈ 2, ഇത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ ചെയ്യാം. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം, ഇക്വേഷൻ നോക്കാം. ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു നെറ്റ് ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ അല്ലെങ്കിൽ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ട്രേഡ് റിസീവബിൾ. അപ്പോൾ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സെയിൽസും ക്യാഷ് സെയിൽസും തന്നിട്ടുണ്ട് അല്ലേ. എന്ത് ചെയ്യാം, നമ്മൾ ടോട്ടൽ സെയിൽസിൽ നിന്ന് ക്യാഷ് സെയിൽസ് മൈനസ് ചെയ്യാന്ന് വെച്ചാൽ 1 lakh നിന്ന് 20,000 മൈനസ് ചെയ്യാം. അപ്പോൾ 80,000 ആണ് നമുക്ക് നെറ്റ് ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ അല്ലെങ്കിൽ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് കിട്ടിയിരിക്കുന്നത്. ഇനി ആവറേജ് ട്രേഡ് റിസീവബിൾ കാണണമെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞത്, ഡെറ്റേഴ്സ് പ്ലസ് ബിൽ റിസീവബിൾ ആണ്. അപ്പോൾ ഡെറ്റേഴ്സിൻ്റെ ഓപ്പണിങ്ങും
ക്ലോസിങ്ങും രണ്ടും വേണം. അപ്പോൾ ഓപ്പണിംഗ് ആദ്യം എടുക്കുക ഡെറ്റേഴ്സിൻ്റെയും ബിൽസ് റിസീവബിളിൻ്റെയും പ്ലസ് ക്ലോസിംഗ് എടുക്കുക നമുക്ക് ഡെറ്റേഴ്സിൻ്റെ ബിൽസ് റിസീവബിളിൻ്റെയും ഡിവൈഡഡ് ബൈ 2 എടുത്താൽ മതി. അപ്പോൾ ആദ്യം ഡെറ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് എടുക്കുക 10,000. ഓക്കെ 10,000 കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബിൽസ് റിസീവബിളിൻ്റെ ഓപ്പണിംഗ് എടുക്കുക 7,500. ആൻഡ് നെക്സ്റ്റ് ഡെറ്റേഴ്സിൻ്റെ ക്ലോസിംഗ് എടുക്കുക 15,000. ഡെറ്റേഴ്സിൻ്റെ ബിൽസ് റിസീവബിളിൻ്റെ ക്ലോസിംഗ് എടുക്കുക 12,500. ഇത്രയും എടുത്തിട്ട് ആഡ് ചെയ്യുക. അതിന് ഡിവൈഡ് ബൈ 2 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. എത്ര കിട്ടി? 22,500 കിട്ടിയില്ലേ? ഡയറക്റ്റ് ഇക്വേഷൻ എഴുതിയാൽ മതി. 80,000 ഡിവൈഡഡ് ബൈ 22,500 എത്ര കിട്ടി നമുക്ക്? 3.65 ടൈംസ് കിട്ടിയല്ലേ ആൻസർ. അപ്പം ഈക്വേഷൻ ഇതൊക്കെ ഈസിയാണ്, ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. നെറ്റ് ക്രെഡിറ്റ് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് സെയിൽസ് തന്നെയാണ്. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ടോട്ടൽ സെയിൽസും ക്യാഷ് സെയിൽസ് തന്നെങ്കിൽ അതിൽ നിന്ന് മൈനസ് ചെയ്യാം. പിന്നെ ഒരു സെയിൽസ് മാത്രം തന്നെങ്കിൽ അതിനെ തന്നെ ക്രെഡിറ്റ് ആയിട്ട് അങ്ങ് എടുത്താൽ മതി, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ആവറേജ് ട്രേഡ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ ട്രേഡ് റിസീവബിൾ എന്താണ്? ഡെറ്റേഴ്സ് പ്ലസ് ബിൽ റിസീവബിൾ ആണ്. അപ്പോൾ രണ്ടിൻ്റെയും ഓപ്പണിംഗ് ക്ലോസിംഗ് ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 എടുക്കുക. നമ്മളോട് ആവറേജ് കളക്ഷൻ പീരീഡും കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം, 365 ഡിവൈഡഡ് ബൈ നമുക്ക് തന്നിരിക്കുന്ന ടേൺ ഓവർ റേഷ്യോ ഡിവൈഡ് ചെയ്തെടുത്താലും മതി. എന്നുവെച്ചാൽ ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എടുത്തിട്ട് ചെയ്താലും മതി. ഇനി അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ചെയ്യാം. നമുക്ക് നേരത്തെ എഴുതിയ ഇക്വേഷന് നേരെ തലവെച്ച് എഴുതാം. ആവറേജ് ട്രേഡ് റിസീവബിൾ ഡിവൈഡഡ് ബൈ നെറ്റ് ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇൻറ്റു 365. രണ്ട് രീതിയിലും ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ ഡേയ്സിലാണോ മന്ത്സിലാണോ എന്ന് പറയുന്നില്ലെങ്കിൽ നമുക്ക് ഡേയ്സിലോ മന്ത്സിലോ ഏതിലും വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഡേയ്സിലാണ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നെറ്റ് ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്തു? ക്യാഷ് സെയിൽസ് മൈനസ് ക്രെഡിറ്റ് സെയിൽസ് ചെയ്തു. ആവറേജ് ട്രേഡ് റിസീവബിൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഡെറ്റേഴ്സും ബിൽസ് റിസീവബിളും ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് പറയുമ്പം നമ്മൾ നേരത്തെ ചെയ്ത റേഷ്യോടെ തലതിച്ചിടാം. 22,500 ഡിവൈഡഡ് ബൈ 80,000 ഇൻറ്റു 365 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേയ്സിൽ കിട്ടും. അതിന് വേണമെങ്കിൽ ഇവിടെ മന്ത്സിലും കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻറ്റു 12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മന്ത്സിലും ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ട്രേഡ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി. നമ്മൾ നേരത്തെ ഡെറ്റേഴ്സ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തില്ലേ? ഏകദേശം അതേ സംഭവം തന്നെയാണ്. അപ്പം നമുക്ക് നോക്കാം എന്താ പറയുന്നതെന്ന്. ട്രേഡ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് ടൈംസ് ദ ട്രേഡ് പേയബിൾസ് ടേൺ ഓവേഴ്സ് ഇൻ എ ഇയർ. ഒരു വർഷത്തിൽ നമ്മൾ ട്രേഡ് പേയബിൾ എത്ര ടൈംസ് ടേൺ ഓവർ ചെയ്യുന്നു എന്നാണ് പഠിക്കുന്നത്. ഇറ്റ് സിഗ്നിഫൈസ് ദ ക്രെഡിറ്റ് പീരീഡ് എൻജോയ് ബൈ ദ ഫേംസ് ഇൻ പേയിങ് ഓഫ് ഹിസ് ഡെറ്റേഴ്സ്. നേരത്തെ നമ്മുടെ കടം എപ്പോൾ തിരിച്ചു കിട്ടും? ഡെറ്റേഴ്സിൻ്റെ പൈസ അല്ലെ ട്രേഡ് റിസീവബിൾസിൻ്റെ പൈസ എപ്പോൾ തിരിച്ചു കിട്ടും, എത്ര ടൈംസ് തിരിച്ചു കിട്ടും എന്നാണെങ്കിൽ ഇത് നേരെ തിരിച്ചാണ്. നമ്മൾ എത്ര പീരീഡിലാണ് അങ്ങോട്ട് പേയ്മെൻറ്റ് നടത്തുന്നത്? നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ക്രെഡിറ്റിന് നമ്മൾ അങ്ങോട്ട് എപ്പോഴാണ് പേയ്മെൻറ്റ് നടത്തുന്നത്? ദിസ് റേഷ്യോ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ്. നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് നടത്തുമ്പോഴാണ് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസും അതിൻ്റെ ട്രേഡ് പേയബിൾസ് തമ്മിലുള്ള ബന്ധമാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ട്രേഡ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ എങ്ങനെ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ എഴുതിയതിൻ്റെ നേരെ തിരിച്ചിട്ട് വരും. നേരത്തെ നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് എടുത്ത് ഇവിടെ ക്രെഡിറ്റ് പർച്ചേസ് എടുക്കാം. നേരത്തെ ട്രേഡ് റിസീവബിൾ എടുത്തെങ്കിൽ ഇവിടെ ട്രേഡ് പേയബിൾ എടുക്കാം. അപ്പോൾ ഇക്വേഷൻ ട്രേഡ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് എന്ന് വെച്ചാൽ ടോട്ടൽ പർച്ചേസ് മൈനസ് ക്യാഷ് പർച്ചേസ് ആണ് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് ട്രേഡ് പേയബിൾസ്. ട്രേഡ് പേയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം വരും നമ്മൾ ക്രെഡിറ്റേഴ്സ് പ്ലസ് ബിൽസ് പേയബിൾ. ഇപ്പോൾ ക്രെഡിറ്റേഴ്സിൻ്റെ ബിൽസ് പേയബിളിൻ്റെയും ഓപ്പണിങ്, ക്രെഡിറ്റേഴ്സിൻ്റെ ബിൽസ് പേയബിളിൻ്റെയും ക്ലോസിങ് ഡിവൈഡഡ് ബൈ 2. ഇനി ഇവിടെയും മറ്റ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇൻ കേസ് നമുക്കിവിടെ ആദ്യം നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വെറും പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് മാത്രം തന്നാൽ അതിനെ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ആയിട്ട് അസ്യൂം ചെയ്യാം. ഇനി ട്രേഡ് പേയബിൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്രെഡിറ്റേഴ്സ് മാത്രം തന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സ് വെച്ചിട്ട് മാത്രം കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ട്രേഡ് നമുക്ക് ബിൽസ് റിസീവബിൾ ഇല്ലെന്ന് ബിൽസ് പേയബിൾ ഇല്ലെന്ന് അസ്യൂം ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇവിടെ നമുക്ക് ക്ലോസിങ് മാത്രം തരുവാണെങ്കിൽ, ഓപ്പണിംഗ് തന്നില്ല, ക്ലോസിങ് മാത്രം തരുവാണെങ്കിൽ അതിന് ഡയറക്റ്റ് നമുക്ക് ആവറേജ് ആയിട്ട് എടുക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഇവിടെയും നമുക്ക് ആപ്ലിക്കബിൾ ആയിരിക്കും. നമ്മൾ നേരത്തെ ആവറേജ് റിസീവബിൾ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെ ആവറേജ് പേയ്മെൻറ്റ് പീരീഡും കാൽക്കുലേറ്റ് ചെയ്യണം. ആവറേജ് പേയ്മെൻറ്റ് പീരീഡിൻ്റെ ഇക്വേഷൻ നമുക്ക് ഡേയ്സിലോ
മന്ത്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഡേയ്സിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാമല്ലേ. നേരത്തെ എഴുതിയ ഇക്വേഷൻ തലതിരിച്ചിട്ടിട്ട് ഇൻറ്റു 365 ചെയ്യാം. ആവറേജ് ട്രേഡ് പേയബിൾ ഡിവൈഡഡ് ബൈ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഇൻറ്റു 365 ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മുടെ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ഡേയ്സിലെ കാൽക്കുലേറ്റ് ചെയ്യാൻ 365 ഡിവൈഡഡ് ബൈ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത ഇക്വേഷൻ. ഇനിയിപ്പം നമ്മുടെ മന്ത്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ 12 നമ്പർ ഓഫ് മന്ത്സ് ഇൻ എ ഇയർ 12 ഡിവൈഡഡ് ബൈ ട്രേഡ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ അയച്ചിട്ടും ചെയ്യാം. അപ്പം നമ്മൾ മന്ത്സിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ എന്തായി മാറും, ആവറേജ് ട്രേഡ് പേയബിൾ ഡിവൈഡഡ് ബൈ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഇൻറ്റു 12 ആയിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ട്രേഡ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ ആൻഡ് ആവറേജ് പേയ്മെൻറ്റ് പീരിയഡ്. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ക്രെഡിറ്റ് പർച്ചേസ് തന്നിട്ടുണ്ട് 1,05,000, പർച്ചേസ് റിട്ടേൺസ് തന്നിട്ടുണ്ട് 5,000, ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട് 20,000, ക്രെഡിറ്റേഴ്സ് ക്ലോസിംഗ് തന്നിട്ടുണ്ട് 10,000, ബിൽസ് പേയബിൾ തന്നിട്ടുണ്ട് 4,000 ആൻഡ് ബിൽസ് പേയബിൾ ഇൻ ക്ലോസിംഗ് തന്നിട്ടുണ്ട് 6,000. ഇത്ര ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. ഇവിടെ ഡയറക്റ്റ് നമുക്ക് ക്രെഡിറ്റ് പർച്ചേസ് തന്നിട്ടുണ്ട്. അപ്പോൾ പർച്ചേസ് റിട്ടേൺസ് തന്നിട്ടുണ്ട്. പർച്ചേസ് റിട്ടേൺസ് നമ്മൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം പർച്ചേസ് റിട്ടേൺസ് എന്തെങ്കിലും റിട്ടേൺസ് തരുവാണെങ്കിൽ, ഇപ്പോൾ സെയിൽസിനാണെങ്കിൽ റിട്ടേൺസ് തരുവാണെങ്കിൽ റിട്ടേൺസ് മൈനസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ. നെറ്റ് മാത്രമേ നമുക്ക് വാല്യൂ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ക്രെഡിറ്റ് പർച്ചേസ് എന്ത് ചെയ്യാം, റിട്ടേൺ മൈനസ് ചെയ്തിട്ട് എടുക്കാം. ബാക്കി നമുക്ക് ഇവിടെ ആവറേജ് ട്രേഡ് പേയബിൾസ് തരാനുള്ള 4 ഡാറ്റയും തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നോക്കാം. ട്രേഡ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് ട്രേഡ് പേയബിൾസ് അല്ലേ. ഇക്വേഷൻ നമുക്കറിയാം. നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, ക്രെഡിറ്റ് പർച്ചേസിന് നമ്മുടെ എന്ത് മൈനസ് ചെയ്താൽ മതി, പർച്ചേസ് റിട്ടേൺസ് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ പർച്ചേസ് റിട്ടേൺസ് മൈനസ് ചെയ്തു. നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് നമുക്ക് 1 lakh കിട്ടിയിട്ടുണ്ട്. ഇനി ആവറേജ് ട്രേഡ് പേയബിൾസ് എന്ത് ചെയ്യണം, ക്രെഡിറ്റേഴ്സ് പ്ലസ് ബിൽസ് പേയബിൾ ഡിവൈഡഡ് ബൈ 2. ക്രെഡിറ്റേഴ്സ് പ്ലസ് ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സിൻ്റെയും ബിൽസ് പേയബിളിൻ്റെയും ഓപ്പണിങ്ങും ക്ലോസിങ്ങും എടുക്കണം. അപ്പോൾ ആദ്യം ക്രെഡിറ്റേഴ്സ് 20,000 എടുത്തു, ബിൽസ് പേയബിളിൻ്റെ ഓപ്പണിങ് 4,000 എടുത്തു, ക്രെഡിറ്റേഴ്സിൻ്റെ ക്ലോസിങ് 10,000 എടുത്തു, ബിൽസ് പേയബിളിൻ്റെ ക്ലോസിങ് 6,000 എടുത്തു. നിങ്ങൾ ഈ ഓർഡറിൽ തന്നെ എഴുതണമെന്നില്ല, 4ഉം കൂടി ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇനി ഇവിടെ നമുക്ക് ക്രെഡിറ്റേഴ്സ് മാത്രം തരുവാണെങ്കിൽ ക്രെഡിറ്റേഴ്സ് മാത്രം വെച്ചിട്ട് ചെയ്യാം. ഇനി ക്രെഡിറ്റേഴ്സിൻ്റെ ക്ലോസിങ് മാത്രം തരുവാണെങ്കിൽ അതിന് പിന്നെ ഡിവൈഡ് ബൈ 2 എടുക്കണ്ട. ഓപ്പണിംഗ് ക്ലോസിങ് തന്നാൽ മാത്രമേ ഡിവൈഡ് ബൈ 2 എടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഓപ്പണിംഗ് ക്ലോസിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഡിവൈഡ് ബൈ 2 എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ എത്ര കിട്ടി, 20,000 കിട്ടി. ഇനി ഡയറക്റ്റ് നമ്മളെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു 1 lakh ഡിവൈഡ് ബൈ 20,000. എത്ര കിട്ടി നമുക്ക്, 5 times ആണ് നമ്മുടെ ആൻസർ കിട്ടിയിരിക്കുന്നത്. നമ്മളോട് ആവറേജ് പേയ്മെൻറ്റ് പീരീഡും കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഇക്വേഷൻ ഉണ്ടല്ലേ. നമുക്കറിയാം, ഒന്നിക്കൽ 12 മന്ത്സിലാണെങ്കിൽ 12 ഡിവൈഡ് ബൈ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത റേഷ്യോ, അല്ലെങ്കിൽ 365 ഡിവൈഡ് ബൈ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത റേഷ്യോ ആയ 5 എടുത്തിട്ടും ചെയ്യാം. പക്ഷേ ഇവിടെ ഞാൻ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷൻ എന്തായിരുന്നു, നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡ് ബൈ ആവറേജ് ട്രേഡ് പേയബിൾ അല്ലേ. അപ്പോൾ നേരെ തിരിച്ചെഴുതാം. ആവറേജ് ട്രേഡ് പേയബിൾ ഡിവൈഡഡ് ബൈ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഇൻറ്റു, ഞാൻ ഡേയ്സിലാണ് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുന്നത്, അപ്പോൾ ഇൻറ്റു 365 ഇട്ടു. അപ്പോൾ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഒക്കെ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വെച്ചാൽ ക്രെഡിറ്റ് പർച്ചേസ് മൈനസ് റിട്ടേൺസ്. ആവറേജ് ട്രേഡ് പേയബിൾ എങ്ങനെയായിരുന്നു, നമ്മുടെ ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും ഓപ്പണിംഗ് ക്ലോസിങ്ങും എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2. അതൊക്കെ നേരത്തെ ചെയ്തത്. ഇനി നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ആദ്യം ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് ഈക്വൽ ടു ആവറേജ് ട്രേഡ് പേയബിൾസ് 20,000 ഡിവൈഡഡ് ബൈ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് 1 lakh ഇൻറ്റു 365. അപ്പോൾ നമുക്ക് ഡേയ്സിൽ ആൻസർ കിട്ടും. ഇൻറ്റു 12 ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൻസർ മന്ത്സിലാണ് എഴുതേണ്ടത്. അപ്പോൾ എത്ര കിട്ടി നമുക്ക്, 73 days ആണ് നമ്മൾ ആൻസർ കിട്ടിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, മറ്റു രീതിയിലും ചെയ്യാം. അപ്പം നമ്മുടെ റേഷ്യോ അനാലിസിസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം കഴിഞ്ഞു. നമുക്ക് ഫണ്ട് ഫ്ലോ ക്യാഷ് ഫ്ലോ ഒക്കെ പഠിക്കാം അല്ലേ. ഇപ്പോൾ റേഷ്യോ അനാലിസിസിൽ ഇപ്പം നമ്മൾ പഠിച്ചത് ആക്ടിവിറ്റി റേഷ്യോസ് ആണ്, അല്ലെങ്കിൽ ടേൺ ഓവർ റേഷ്യോസ് ആണ്. അപ്പോൾ ഇതുവരെ ആ നോട്ട് ബുക്കില്ലേ നമ്മുടെ റേഷ്യോസ് എഴുതിയ, അപ്പോൾ അതിൻ്റെ അകത്ത് ഇതുകൂടി എഴുതി വെക്കുക. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് വരെ നമ്മൾ എഴുതിയില്ലേ, ഇനി ഈ 6 റേഷ്യോസും കൂടി അതിൽ എഴുതി വെക്കുക. എന്നിട്ട് ലാസ്റ്റ് വേണം എല്ലാം കൂടി ഒന്ന് നമുക്ക് നോക്കാൻ വേണ്ടി. എക്സാമിൻ്റെ ആ ടൈമിലേക്ക് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ. പിന്നെ നമ്മൾ പഠിച്ച റേഷ്യോസ് എന്തൊക്കെയായിരുന്നു, ഒന്നാമത് നമ്മൾ പഠിച്ചത്
ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ആണ്. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോയുടെ കൂടെ ഇൻവെൻട്രി ഹോൾഡിംഗ് പീരിയഡ് അല്ലെങ്കിൽ ആവറേജ് ഏജ് ഓഫ് ഇൻവെൻട്രിയും കൂടി കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു. അതിന് നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് എന്ത് പഠിച്ചിട്ടുണ്ട്? ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ പഠിച്ചു. തേർഡ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ പഠിച്ചിട്ടുണ്ട്. ഫോർത്ത് ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ പഠിച്ചു. ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയുടെ കൂടെ തന്നെ വരുന്നതാണ് ആവറേജ് കളക്ഷൻ പീരീഡ്. നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് പഠിച്ച ഏതായിരുന്നു? ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണ്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവറുടെ കൂടെ എന്ത് വരും? ആവറേജ് പേയ്മെൻറ്റ് പീരീഡ്. ഇപ്പോൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കാനുള്ള ആളാണ്, അതുകൊണ്ട് ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് അതിൻ്റെ കൂടെ കാൽക്കുലേറ്റ് ചെയ്യും. ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കിട്ടാനുള്ള ആൾക്കാരുണ്ട്, ആവറേജ് നമ്മൾ എന്ത് ചെയ്തു? കളക്ഷൻ പീരീഡ് ആയിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് പഠിച്ചത്. ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ലേണിംഗ്.